ഹലോ വീവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് റീജ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് മോഡിഫയേഴ്സ് ആണ്. ഇപ്പോൾ CPC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും മോഡിഫയേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം, അല്ലേ? പലർക്കും ടഫുള്ളൊരു പോർഷനാണ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് ഡിസ്ക്രിപ്ഷൻ്റെ കൂടെയാണ് മോഡിഫയേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത്, അല്ലേ? എനിക്കും ടഫുള്ളൊരു പോർഷനായിരുന്നു മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. A modifier is a two-digit code that provides a meaning to the pre-settled CPT or HCPCS codes. They are used for modifying codes without changing the code description. ഇപ്പോൾ ഒരു കോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ ചേഞ്ച് ചെയ്യാതെ തന്നെ ആ കോഡിനെ മോഡിഫൈ ചെയ്യുന്ന രണ്ട് ടു ഡിജിറ്റ് കോഡ്സ് ആണ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് മോഡിഫയേഴ്സ്. മോഡിഫയേഴ്സ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് മോഡിഫയേഴ്സ് ഉണ്ട്. CPT മോഡിഫയേഴ്സും ഉണ്ട്, HCPCS മോഡിഫയേഴ്സും ഉണ്ട്. CPT മോഡിഫയേഴ്സ്, ദേ ആർ പ്യുവർലി ന്യൂമറിക് കോഡ്സ്. ദേ ആർ യൂസ്ഡ് അലോങ് വിത്ത് CPT കോഡ്സ് ഓൺലി. CPT മോഡിഫയർ എന്ന് പറയുന്നത് പ്യുവർലി ന്യൂമറിക് ആയിരിക്കും, അതായത് നമ്പേഴ്സ് മാത്രമായിരിക്കും. അത് CPT കോഡ്സിൻ്റെ കൂടെ മാത്രമേ CPT മോഡിഫയേഴ്സ് യൂസ് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് HCPCS മോഡിഫയേഴ്സ് ആണ്. ആൽഫബറ്റിക് ഓർ ആൽഫ ന്യൂമറിക് ടു ഡിജിറ്റ് കോഡ്സ്. So HCPCS modifiers are used in alphabetic or alphanumeric two-digit codes. CPT modifiers നമ്മൾ പറഞ്ഞു പ്യുവർലി ന്യൂമറിക് കോഡ്സ് ആയിരിക്കും. പക്ഷേ HCPCS modifiers എന്ന് പറയുന്നത് ആൽഫബറ്റിക് ഓർ ആൽഫാന്യൂമറിക് ടു ഡിജിറ്റ് കോഡ്സ് ആയിരിക്കും. യൂസ്ഡ് അലോങ് വിത്ത് CPT ആസ് വെൽ ആസ് HCPCS കോഡ്സ്. CPTയിലും HCPCS മോഡിഫയേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. CPT മോഡിഫയേഴ്സ് എന്ന് പറയുന്നത് CPTയിൽ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. പക്ഷേ HCPCS മോഡിഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ CPTയിലും HCPCSലും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് CPT മോഡിഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മോഡിഫയർ ഈസ് 22. This modifier is used to report services, surgical or non-surgical, when the work required to provide a service is greater than a typical time required. നമുക്ക് ആവശ്യമുള്ള സമയത്തിനേക്കാൾ കൂടുതൽ സമയമെടുത്തൊരു പ്രൊസീജിയർ ചെയ്യുന്നു, ഒരു സർവീസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷനിലാണ് നമ്മൾ 22 മോഡിഫയർ യൂസ് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് മോഡിഫയർ ഈസ് യൂസ്ഡ് ടു റിപ്പോർട്ട് സർവീസസ്, സർജിക്കൽ ഓർ നോൺ സർജിക്കൽ, when the work required to provide a service is greater than a typical time required. ഒരു ടിപ്പിക്കൽ ടൈമിനേക്കാൾ കൂടുതൽ, ടിപ്പിക്കൽ ടൈം മതി ഒരു പ്രൊസീജിയർ ചെയ്യാൻ, പക്ഷേ അതിനേക്കാൾ കൂടുതൽ സമയം എടുത്തൊരു പ്രൊസീജിയർ ചെയ്യുന്നു. അങ്ങനെ വരുന്ന കേസിൽ 22 മോഡിഫയറാണ് യൂസ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇഫ് എ പേഷ്യൻറ്റ് ഹാസ് കൊളോണോസ്കോപ്പി ആൻഡ് എ പോളിപ്പ് ഈസ് റിമൂവ്ഡ്, ദ റിമൂവൽ ഓഫ് പോളിപ്പ് കോസസ് എക്സസീവ് ബ്ലീഡിംഗ് and it took extra 30 minutes to control the bleeding. The method used is snare technique. അപ്പം ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് കൊളോണോസ്കോപ്പി ചെയ്തു, പോളിപ്പ് റിമൂവ് ചെയ്തു. കൊളോണോസ്കോപ്പി ചെയ്തു, പോളിപ്പ് ഉണ്ടെന്ന് കണ്ടു, പോളിപ്പ് റിമൂവ് ചെയ്തു. പോളിപ്പ് റിമൂവ് ചെയ്തപ്പോൾ അവിടെ എക്സസീവ് ബ്ലീഡിങ് ഉണ്ടായി. അപ്പം ആ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി 30 മിനിറ്റ് എടുത്തു. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ടെക്നിക്കാണ് സ്നെയർ ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ പേഷ്യൻറ്റിന് ഇത്രയും ഉള്ളായിരുന്ന കാര്യം എന്ന് പറയുന്നത്, പേഷ്യൻറ്റ് വന്നതെന്ന് പറയുന്നത് കൊളോണോസ്കോപ്പി ചെയ്യാനാണ്, പോളിപ്പ് റിമൂവ് ചെയ്യാനാണ് പേഷ്യൻറ്റ് വന്നത്. പക്ഷേ ആ ടൈമിൽ പോളിപ്പ് റിമൂവ് ചെയ്തപ്പോൾ അവിടെ എക്സസൈവ് ബ്ലീഡിങ് ഉണ്ടായി. ആ ബ്ലീഡിങ് കാരണം ഡോക്ടറിന് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു എക്സാമിനേഷനോട് ചെയ്യേണ്ടി വന്നു, സ്നെയർ ടെക്നിക്കൂടെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ കേസിൽ എന്ന് പറയുന്നത് നമ്മളെ നോർമൽ ടിപ്പിക്കൽ ടൈമിനേക്കാൾ എക്സ്ട്രാ ടൈം അവിടെ വന്നിട്ടുണ്ട്. അപ്പം അത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ 22 മോഡിഫയർ അവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ 52 മോഡിഫയർ നേരെ അഗൻസ്റ്റ് ആണ്. 52 മോഡിഫയർ എന്ന് പറയുന്നത്, ദിസ് മോഡിഫയർ ഈസ് യൂസ്ഡ് ടു റിപ്പോർട്ട് എ സർവീസ് ഓർ പ്രൊസീജിയർ ദാറ്റ് ഈസ് പാർഷ്യലി റെഡ്യൂസ്ഡ് ഓർ എലിമിനേറ്റഡ് അറ്റ് ദ ഫിസിഷ്യൻ എലക്ഷൻ. ഇപ്പം ഒരു ടൈം വേണം, ഇപ്പോൾ ഒരു ടൈമുണ്ട്, ഒരു പ്രൊസീജിയർ ചെയ്യാൻ ഒരു ടൈമുണ്ട്. അതിന് മുന്നായിട്ട് തന്നെ ആ പ്രൊസീജിയർ ചെയ്ത് തീർക്കുകയാണ് എങ്കിൽ യൂസ് ചെയ്യുന്ന കോഡാണ് 52 മോഡിഫയർ എന്ന് പറയുന്നത്. ഐ മീൻ, ഇപ്പോൾ ഇൻസിഡൻ്റൽ അപ്പൻഡെക്ടമി ഡ്യൂറിങ് ആൻ ഇൻട്രാ അബ്ഡോമിനൽ സർജറി. ഇപ്പോൾ ഒരു ഇൻട്രാ അബ്ഡോമിനൽ സർജറി, ഒരു പേഷ്യൻറ്റിന് ഒരു ഇൻട്രാ അബ്ഡോമിനൽ സർജറി ചെയ്തു.
ആ ടൈമിൽ അപ്പൻഡിക്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുള്ളത് ഡോക്ടർ കണ്ടു. അപ്പോൾ അപ്പൻഡിക്സ് റിമൂവ് ചെയ്യേണ്ട ഒരു കേസാണ് അവിടെ. അപ്പോൾ ആ ടൈമിൽ തന്നെ ഡോക്ടർ അപ്പൻഡെക്ടമി നടത്തുന്നുണ്ട്. അതിന് എക്സ്ട്രാ ഒരു ടൈമിൽ അല്ലെങ്കിൽ വേറൊരു ദിവസം അതിനുവേണ്ടി വന്ന് എന്ന് പറയുന്നില്ല. അപ്പം ഇപ്പോൾ ഒരു ഇൻട്രാ അബ്ഡോമിനൽ സർജറി നടത്തി ആ ടൈമിൽ ഡോക്ടർ കണ്ടു ഇതുപോലെ അപ്പൻഡിക്സിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, അപ്പൻഡിക്സ് റിമൂവ് ചെയ്യണമെന്ന്. ആ ടൈമിൽ അപ്പൻഡിക്സോട് റിമൂവ് ചെയ്യുന്നു. ഇൻസിഡൻറ്റിൽ അപ്പൻഡെക്ടമി എന്നാണ് അപ്പോൾ പറയുന്നത്. അപ്പം ആ കേസിൽ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് പ്രൊസീജിയറൽ ടൈമാണ്, എക്സ്ട്രാ ടൈം അതിനെടുക്കുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള കേസിലാണ് ഈ 52 മോഡിഫയർ നമ്മൾ ആഡ് ചെയ്യുന്നത്. Then next modifier ആണ് 50, bilateral procedure. I mean, this modifier is used to report when a same procedure is performed on both sides during the same operating section by the same physician. സെയിം ഓപ്പറേറ്റിംഗ് ടൈമിൽ സെയിം ഫിസിഷ്യൻ തന്നെ ഒരു പ്രൊസീജിയർ രണ്ട് സൈഡിലും ചെയ്യുന്നു. ഇപ്പം ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ഇമ്പാക്റ്റഡ് സെറമൻ ഫ്രം ബോത്ത് ഇയർ, രണ്ട് ചെവിയിൽ നിന്നും ഇമ്പാക്റ്റഡ് സെറമൻ റിമൂവ് ചെയ്യുന്നു. അങ്ങനെ പറയുമ്പോൾ ആഡ് ചെയ്യുന്ന ഒരു മോഡിഫയർ ആണ് 50 എന്ന് പറയുന്നത്. 50 എന്ന് പറയുന്നത് ബൈലാറ്ററൽ ആണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ബൈലാറ്ററൽ പ്രൊസീജിയർ എന്ന് പറയുമ്പോഴാണ് 50 മോഡിഫയർ ആഡ് ചെയ്യുന്നത്. This modifier is used to report when a same procedure is performed on both sides during the same operating session by the same physician. സെയിം പ്രൊസീജിയർ ആണ്, രണ്ട് സൈഡും സെയിം ഓപ്പറേറ്റിംഗ് സെക്ഷനാണ്, സെയിം ഫിസിഷ്യനുമാണ്. ഓക്കെ, അങ്ങനെയുള്ള കേസിലാണ് 50 മോഡിഫയർ നമ്മൾ ആഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് മോഡിഫയർ ആണ് 53, ഡിസ്കണ്ടിന്യൂഡ് പ്രൊസീജിയർ. Under certain circumstances, the physician may elect or terminate a surgical procedure due to patient's condition and will continue after some time when the patient or circumstances become stable. ഇപ്പം 53 മോഡിഫയർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിസ്കണ്ടിന്യൂഡ് പ്രൊസീജിയറാണ്. ഒരു പ്രൊസീജിയർ ചെയ്യാൻ വന്നു, ആ പ്രൊസീജിയർ ടെർമിനേറ്റ് ചെയ്യുകയാണ്. ഇത് ഫിസിഷ്യൻ കാരണം ടെർമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം BP ഇൻക്രീസ്ഡ് BP അല്ലെങ്കിൽ ഡിക്രീസ്ഡ് ടെമ്പറേച്ചർ അങ്ങനെയുള്ള കേസിലൊക്കെ ഫിസിഷ്യൻ പറയും ഇപ്പം ചെയ്യാൻ പറ്റില്ല. ഇപ്പം എന്തെങ്കിലും ഒരു സർജറി ചെയ്യാൻ വരുവാണെങ്കിൽ ഇപ്പം പേഷ്യൻ്റ് BP ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ആകുന്നു, അങ്ങനെയുള്ള കേസിൽ ഇപ്പോൾ സർജറി നടക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ വരികയാണെങ്കിലാണ് ഈ 53 മോഡിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡ്യൂറിങ് ട്യൂബെക്ടമി ഓഫ് എ പേഷ്യൻറ്റ് ആഫ്റ്റർ ദി ഇൻസിഷൻ ഫോർ എ പ്രൊസീജിയർ ദ പേഷ്യൻറ്റ്സ് ബ്ലഡ് പ്രഷർ ഇൻക്രീസ്ഡ് ആൻഡ് ദ സർജൻ ഡിസൈഡഡ് ടു ടെർമിനേറ്റ് ദ പ്രൊസീജിയർ ആൻഡ് വിൽ കണ്ടിന്യൂ സം അതർ ഡേ. അപ്പം ട്യൂബെക്ടമി ടൈമിൽ ഇൻസിഷന് ശേഷം പേഷ്യൻ്റ് ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ സർജൻ പ്രൊസീജിയർ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു, അത് മറ്റൊരു ദിവസം ചെയ്യാം എന്നുള്ള രീതിക്ക്. അപ്പം ആ കേസിലും നമ്മൾ ആ പ്രൊസീജിയറിൻ്റെ കോഡ് ചെയ്യണം, അതിൻ്റെ കൂടെ തന്നെ 53 മോഡിഫയറും ആഡ് ചെയ്യണം. ഡിസ്കണ്ടിന്യൂഡ് പ്രൊസീജിയർ 53 മോഡിഫയർ എന്ന് പറയുന്നത് പ്രൊസീജിയർ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, സോ ഇന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നത് 4 മോഡിഫയേഴ്സാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബാക്കി മോഡിഫയേഴ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. 22 മോഡിഫയർ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് പ്രൊസീജിയറൽ സർവീസസ് ആണ്. ടിപ്പിക്കൽ ടൈമിൽ കൂടുതൽ ടൈം എടുത്ത് ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് 22 മോഡിഫയർ. ദെൻ 52 മോഡിഫയർ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് പ്രൊസീജിയറൽ ടൈമാണ്. ഓക്കെ, ദെൻ 50 മോഡിഫയർ എന്ന് പറയുന്നത് ബൈലാറ്ററൽ പ്രൊസീജിയറാണ്. ബോത്ത് സൈഡിൽ സെയിം ഓപ്പറേറ്റിംഗ് സെക്ഷൻ, സെയിം ഫിസിഷ്യൻ, സെയിം പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് 50 മോഡിഫയർ. ദെൻ ദിസ് വൺ ലാസ്റ്റ് 53, ഡിസ്കണ്ടിന്യൂഡ് പ്രൊസീജിയർ. ഒരു പ്രൊസീജിയർ ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ 53 മോഡിഫയർ ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ 4 മോഡിഫയേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. റിമൈനിങ് മോഡിഫയേഴ്സ് ഞാൻ വരുന്ന വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വരുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാകാതെ കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ ബൈ ബൈ, സീ യു സൂൺ.